നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഈ ഗൾഫിൽ മുഴുവൻ നമ്മുടെ മലയാളികളാണ്, ഇന്ത്യക്കാരുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ്, നിങ്ങളടക്കം ഞാനടക്കം. ഈ രാജ്യത്തിൽ സമാധാനത്തിന് വേണ്ടി, ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മൾക്കിതിലൊന്നും പറയാനില്ല. നല്ല നിലയ്ക്ക് അവസാനിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക. കാരണം ഈ ഗൾഫ് കൊണ്ടാണ് കേരളം തന്നെ മുന്നോട്ട് പോകുന്നത്. ആരെ ആറ് ബാലകൃഷ്ണയുടെ മോനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. വർഷം കൊണ്ട് എല്ലാവരെയും പേടിച്ചിട്ടുമല്ല, അങ്ങനെയൊന്നും പേടിക്കുകയില്ല. ഒരു അനുകമ്പാപൂർവമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദയവ് കാണിക്കുകയാണ്. അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. സ്നേഹമാണോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. തെറ്റിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടരുത്. സ്വന്തം തെറ്റാണെന്ന് ബോധ്യമുണ്ട്. നിയമസഭയിലടക്കം ചില ആളുകൾ പറഞ്ഞു ഞാനും ബാലപാലോട് ചേർന്ന് മുറിച്ചേച്ചാണ് അവരെ പിരിച്ചു. അല്ല, അവർ തന്നെയാണ് മുറിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും നമ്മളൊരു പല കാര്യങ്ങളും ക്ഷമിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ സമരത്തിൻ്റെ അന്ന് 8 വണ്ടികൾ ഡാമേജ് ചെയ്ത 4 പേരുണ്ട്. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സർക്കാർ ഒരു അനുകമ്പാപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് സംഭവം. തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചു, പക്ഷെ അവരത് തിരിച്ചറിഞ്ഞു. ശിക്ഷ കിട്ടും എന്നവർ അറിഞ്ഞു. ഇനി അധികം ദ്രോഹിക്കുന്നില്ല. അവരെ പിരിച്ചുവിട്ടവരാണ്. അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഇവിടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. അത് അന്ന് ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. നിയമസഭയിലടക്കം ചില ആളുകൾ പറഞ്ഞു ഞാനും ബാലപാലോട് ചേർന്ന് മുറിച്ചേച്ചാണ് അവരെ പിരിച്ചു. അല്ല, അവർ തന്നെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പോലീസിനും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു, പിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഈ നാട്ടുകാരായതുകൊണ്ടും അവർക്ക് ഒരു തെറ്റിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടരുത്. സ്വന്തം മുതൽ നശിപ്പിക്കരുത്. ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവൻ്റെ അന്നം എന്ന് പറയുന്നത്, അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് സ്റ്റിയറിംഗാണ്. അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം പാടില്ല. മേലിൽ ഇതാരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 4 പേരോടും പുറത്ത് സർക്കാർ അവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചുള്ള വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് MD ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോയി. ഇവിടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ആരെ ആറ് ബാലകൃഷ്ണയുടെ മോനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മേലെ ഇറക്കിയാൽ അങ്ങോട്ടും മേലെ ഇറക്കും. സ്നേഹമാണോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. ഇപ്പം തെറ്റ് ചെയ്തവരാണ്, അവരോട് സ്നേഹത്തോടെ പുറത്തു. ആരും ശുപാർശ ചെയ്തിട്ടല്ല കേട്ടോ, ഒരു നേതാവ് ശുപാർശ ചെയ്തിട്ടല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, ഞാനൊരു വൈരാഗ്യത്തോടെ ആളുകൾ പെരുമാറുന്ന ആളല്ല. ഞാൻ മനസ്സുകൊണ്ട് അത് എൻ്റെ തീരുമാനമാണ്. ഞാനൊരു തീരുമാനം MD അറിയിച്ചാണ്. നിങ്ങളെല്ലാം വെച്ച് കൊട്ടാരക്കര വെച്ച് തന്നെ പറയുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ യൂണിയൻകാരും കേൾക്കാൻ ഞാൻ പറയുകയാണ്. അത് എൻ്റെ മനസ്സിൽ ആരുടെയും ശുപാർശ കൊണ്ട് എല്ലാവരെയും പേടിച്ചിട്ടുമല്ല, അങ്ങനെയൊന്നും പേടിക്കുകയില്ല. ഒരു അനുകമ്പാപൂർവമായൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദയവ് കാണിക്കുകയാണ്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അല്ല, പേടിച്ചിട്ടൊന്നും ആണെന്ന് വിചാരിക്കല്ലേ. ഒരു പേടിയില്ല അതിലൊന്നും. അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അത് പേടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ്. അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചർച്ചയിൽ അതും ആവാലോ. ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ. ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും. അത് ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല. അതെല്ലാം മറ്റു ചില പാർട്ടികളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും 4% വോട്ട് BJPയുടെ വാങ്ങിച്ചാണ് അവർ തുടർഭരണം ഉണ്ടാക്കിയത്. അതിൻ്റെ ഓർമ്മയിൽ നിന്നാണ് MP രാജേഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ കൈവിട്ട് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടാക്കുക, അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്ന സമീപനം. ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, മനുഷ്യർ ജീവൻ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, കൃഷി നഷ്ടപ്പെടുന്നു, അവർക്കുള്ള എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ
അവരുടെ വായ്പയ്ക്ക് ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കുകൾ വരികയാണ്. ബാങ്ക് വരുമ്പോ കോടതി സുവമോട്ടോ അതിനകത്ത് ഇടപെടുന്ന ഘട്ടത്തിൽ കേന്ദ്രം നൽകിയ അഫിഡാവിറ്റ് ഇവർക്കൊരു സഹായം നൽകാൻ, ഇവരുടെ വായ്പ എഴുതിത്തള്ളാൻ ഞങ്ങൾക്ക് നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ടത് സാർ, യഥാർത്ഥത്തിൽ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 13-ാം വകുപ്പ് അത്തരത്തിൽ അധികാരം നൽകുന്ന വകുപ്പായിരുന്നു. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ ആദ്യം 2024 ആഗസ്റ്റ് 17 മെമ്മോറണ്ടം കൊടുത്തു. നവംബർ 23 വിശദമായ മെമ്മോറണ്ടം എടുത്തു. എന്നാൽ 2025 മാർച്ച് 29 കേന്ദ്രം ആ നിയമം ഭേദഗതി ചെയ്തിട്ട് ഈ തീവ്ര ദുരന്തത്തിൽ പെടുന്ന ആളുകൾക്ക് കടം എഴുതിത്തള്ളാൻ നിയമത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ ഇല്ലാതാക്കിയിട്ട് ഹൈക്കോടതി വന്ന് പറയുകയാണ് നിയമത്തിൽ വ്യവസ്ഥയില്ല സാർ എന്നുള്ളത്. ഇത്രയും കയ്യടി പോരെ, പ്ലീസ് കം ഓൺ, നല്ലൊരു ശബ്ദം കേൾക്കട്ടെ. യെസ്, പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ്. ഗുഡ് ഈവനിങ് എവ്രിവൺ. നേത്ര ബുട്ടീക് ആൻഡ് കിഡ്സ് സ്റ്റോറിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്കമാലിയുടെ ഹൃദയഭാഗത്തായി തന്നെ വളരെ മനോഹരമായ അദ്ദേഹം വന്നു, ഒന്നും പ്രഖ്യാപിച്ചു കണ്ടില്ല. ഇവിടെ കേന്ദ്ര ബഡ്ജറ്റ് വന്നു, കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിട്ട് കിട്ടിയത് ആകെ ഉണ്ടയാണ്. എനിക്കെതിരെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പത്രമാധ്യമക്കാരോടൊരു വിശദീകരണം നൽകിയിരുന്നു, എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ചെയ്തത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിരമിച്ച ഒരു DGP ആണ്, എന്നിട്ടും ഒരു കള്ള കേസ് എനിക്കെതിരെ എടുത്തതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ കേരള പോലീസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വിരമിച്ച DGPക്കെതിരെ ഇതുപോലെ ഒരു FIR ഇട്ടിട്ട് പത്രങ്ങളിലൂടെ പരസ്യം നൽകുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായിരുന്നു എന്നറിയാത്തതല്ല കേരള പോലീസ്. കാരണം 3 വർഷത്തിന് താഴെ മാത്രമുള്ള ശിക്ഷയ്ക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPCയുടെ പുതിയ നിയമപ്രകാരം അതിന്റെ 514-ാം വകുപ്പ് പ്രകാരം ഒരു പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്. സമയപരിധിക്കകത്ത് കേസ് കൊടുത്തിരിക്കണം എന്ന ഒരു ക്ലോസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന ഒഫൻസ് 2016 10 വർഷം മുമ്പ് എന്റെ ബ്ലോഗ് പോസ്റ്റിലൂടെ, പിന്നെ 2022 ഓഗസ്റ്റില് എന്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി 2 വർഷമേ പണിഷ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സംഭവം നടന്ന 3 വർഷത്തിനകം ആണ്. പക്ഷെ പരാതിക്കാരൻ 3.5 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് ആ കേസ് എടുക്കാതിരിക്കാം, പക്ഷെ അതെടുത്തു. CMP ആയിട്ട് കൊടുത്ത ഒരു കേസാണെങ്കിൽ പോലും ഇതിനകത്ത് എന്റെ ഒരു വിശദീകരണം ഇതേവരെ ചോദിച്ചിട്ടില്ല. കോടതി എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനൊരു വിശദീകരണം കോടതി പോലീസിനോട് ചോദിച്ചു. മ്യൂസിയം SHO അതിന് തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. അത് മനഃപൂർവ്വമല്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ നിയമവശം വെച്ച് എഴുതിയാൽ FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം FIR ഇട്ട് മനഃപൂർവ്വം എനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനായിട്ട് ആരൊക്കെയോ ചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് ഞാൻ ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്ത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പിന്തുണയുമായിട്ട് എത്തിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരുറച്ച തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. എന്നെ പോലെയുള്ള ഒരാൾക്ക് പോലീസിൽ നിന്ന് ഇത്തരം അനുഭവമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും സ്ഥിതി? ഇത് മാറണം, മാറിയേ തീരൂ. മാറാത്തത് ഇനി മാറും, ഉറപ്പ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് നൽകുന്ന ഈ പിന്തുണയും സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. വളരെ നന്ദി. ഞാൻ ഉറക്കെ ചിരിച്ചു എന്ന് കൂട്ടുക. കണക്കൊക്കെ എല്ലാവർക്കും വ്യക്തമല്ലേ? ഈ വീട് പണിയുന്നതിൽ എത്ര പണമാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. വിഴിഞ്ഞത്ത് 1 പൈസയും കേന്ദ്ര ഗവൺമെന്റ് തരാതെയും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ. ക്ഷണിക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല. ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ തരാത്ത കാശിന്റെ കണക്ക് പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാസ്കി ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആരെങ്കിലും തന്നതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? എന്നാൽ സാസ്കി ഫണ്ടായി തന്ന കാശ് ഇനി കേന്ദ്രത്തിന് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞോട്ടെ, നമ്മളത് വരവ് വയ്ക്കാം. കൊടുക്കാനുള്ള പണം, കടം ഒരു ധനമല്ല എന്ന് പഴയ ആളുകൾ പറയും. കടമായിട്ട് കാശ് തന്നിട്ട് ആ കടം അങ്ങനെയാണെങ്കിൽ പിന്നെ
നമ്മുടെ വീട് പണിതൊക്കെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ മാനേജരും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജരും ഉദ്ഘാടനം ചെയ്യേണ്ടി വരില്ലേ? കടം തന്നു എന്നുള്ളത് ഒരു കഥയല്ല. PDNAയിൽ 269 കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ നഗരത്തിലെ വീടുകളിൽ വേണമെങ്കിൽ ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ അതിൽ കൂട്ടിക്കാണും എന്നല്ലാതെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ടും സാസ്കിയിലൂടെ തരുന്നത് ഒരു കടമാണ്. അതും വീട് നിർമ്മാണത്തിനല്ല ഉപയോഗിക്കുന്നത്. അകത്തെ ഫെസിലിറ്റീസ്, റോഡ്, മറ്റാവശ്യങ്ങൾ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരട്ടെ. ആളുകളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ട്. പദ്ധതി കഴിയാനാവുമ്പോൾ ക്രെഡിറ്റ് അടിക്കാനാണോ BJP ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. ആരടിച്ചാലും കേരളത്തിലെയും കൽപ്പറ്റയിലും ജനങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണ്ട. ആളുകളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആളുകളെ അങ്ങ് കൊണ്ട് താമസിപ്പിച്ചാൽ മതി. ഒരു കാര്യത്തിൽ വർദ്ധിത സന്തോഷമാണുള്ളത്. കാരണം ഇതിനുശേഷം കുറ്റം പറഞ്ഞവരെല്ലാം കൂടി ഇന്നലെ സ്വർണ്ണക്കപ്പ് കണ്ണൂർ കൊണ്ടുപോയെങ്കിലും ഇവിടെ ഈ പണി നന്നായി നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു A ഗ്രേഡ് കേരളത്തിലെ ഗവൺമെന്റിന് തന്നതിന് നല്ല നമസ്കാരം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ വിഷയമുണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത MLA സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പുറത്തുനിന്ന് കൂലിക്ക് കൊണ്ടുവന്ന ആളുകൾ കൂകി അധിക്ഷേപിച്ചപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മിണ്ടാതിരുന്നതും അവരോട് ഇത്തരം അപഹസിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്ന് പോലും പറയാതിരുന്നതും തികഞ്ഞ മര്യാദകേടാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധിയെ ഇതുപോലെ അധിക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് അവിടെ 150ഓളം കുട്ടികളെ, പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സർക്കാരല്ല. ഇന്ത്യയുടെ സഹോദര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് വിധേയമായി ജീവിക്കണമെന്നും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്കും മറുപടിയില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മറുപടി മനുഷ്യരോട് മാത്രമാണ്, മനുഷ്യത്വമുള്ളവരോട് മാത്രമാണ്. മനുഷ്യരൂപമുള്ള മനുഷ്യനെന്ന പദവുമായി ബന്ധമില്ലാത്തവരോട് ഒരു മറുപടിയുമില്ല. പക്ഷേ നിഷ്കളങ്കരായ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവരിപ്പോ ചോദിക്കുന്നുണ്ട്, ഇറാനിൽ ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ? അവരെ ജയിലടച്ചവരല്ലേ? അപ്പോ ആ ഇറാനെ ആക്രമിക്കുമ്പോൾ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോൾ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതിൽ, അറുവഷളത്തരം പറയുന്നതിൽ ഇവർ 3 പേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാഖിന് ഐക്യദാർഢ്യവുമായി തെരുവുകളിലിറങ്ങിയ ഘട്ടത്തിലാണ്. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ തുറങ്കിലടച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ? കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ച ആ സദ്ദാം ഹുസൈനെ എന്തിനാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യം ഉന്നയിക്കുന്ന മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് ഒരു മറുപടിയുമില്ല, മുൻപറഞ്ഞ കാരണങ്ങളാൽ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയാൽ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയമായ മുൻവിധികളില്ലാത്ത മനുഷ്യരോട് ഞങ്ങൾക്ക് സംവദിക്കാനുണ്ട്. എന്താണ് പ്രശ്നം? ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത തെറ്റായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. പിന്നെയോ ഇത് ലോകസമാധാനത്തിന്റെ പ്രശ്നമാണ്, ഇത് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാ നിലയിലും എതിർക്കുന്നവരാണ്. മോദി ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളെ, അവരുടെ ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളെ, കോർപ്പറേറ്റ് വൽക്കരണത്തെ എതിർക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തുന്ന സംഘപരിവാരത്തിന്റെ വിദ്വേഷ പ്രചരണത്തെ എതിർക്കുന്നു. അവരുടെ വർഗീയ അജണ്ടകളെ എല്ലാം എതിർക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇഷ്ടമില്ലാത്തവരെ പശുവിന്റെ പേരിൽ കൊന്നു തള്ളാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ എല്ലാം എതിരായി പൊരുതുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയാവട്ടെ, മറ്റേതെങ്കിലും ഒരു ശക്തിയാവട്ടെ, ഒരു സാമ്രാജ്യത്വ ശക്തിയാവട്ടെ, ഇന്ത്യക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാതിരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയാൽ, ഞാൻ ഒരു ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള പോലുള്ള ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉള്ളതാ.
പിന്നെ എല്ലാം ഉണ്ട്. ജയചന്ദ്രൻ പൂർണ്ണ ഷുഗർ രോഗിയാണ്. എനിക്കുമുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പലർക്കും ഉണ്ട്. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഈ പറയുന്ന LDF-ന്റെ മന്ത്രിമാരെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ ഇല്ല. നിങ്ങളെ നോക്കിപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ എന്തായിരുന്നു, ധാർഷ്ട്യം, ഇരട്ടച്ചങ്ങ എന്നൊക്കെയല്ലേ. ഇപ്പം പുള്ളി എന്താ പറയുന്നത്, കുട്ടികളൊക്കെ വിളിച്ചിട്ട് എനിക്ക് പട്ടിണിയായിരുന്നു, ഞാൻ പറ്റ സാധുവായിരുന്നു, ആ ഗതികേടിലായിരുന്നു, എനിക്ക് റൊട്ടി പോലും കഴിക്കാൻ കിട്ടില്ല, ഇല്ലേ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 2 ലക്ഷം രൂപേൻ്റെ കട്ടില കിടക്കാൻ പോകുന്നത് അപ്പം തന്നെ മറക്കുകയാണ്. അല്ല അത് ആ ആംഗിളൊന്നും ആലോചിച്ച് നോക്കുക. അപ്പം പല നാടകങ്ങളും കളിച്ചു നോക്കുക. ഏറ്റവും അവസാനത്തെ നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങും കാര്യങ്ങളും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടാണ്. എല്ലാം കൈവിട്ടു ശബരിമലയോട് കൂടിയിട്ട്. ഇനി കക്കാനൊന്നും ബാക്കിയില്ല. കക്കാൻ പറ്റുന്നിടത്ത് മുഴുവൻ കട്ട് അടിച്ചു മാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അതെല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു. ആ പണം ഉപയോഗിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ശ്രമം അവർ നടത്തി. അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഈ 4 തൊഴിലാളികൾ മരണപ്പെട്ടിട്ട് 1 രൂപയുടെ സഹായം ഈ 4 ദിവസം കഴിഞ്ഞിട്ടും പ്രഖ്യാപിക്കാതിരുന്നത്. ജനം മനസ്സിലാക്കും. പിന്നെ നിങ്ങളെ ജില്ലാ പ്രസിഡന്റ് സജീവായിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു ചർച്ച കഴിഞ്ഞു. നമ്മൾ സ്വന്തമാണ്. ഉത്സവത്തിൽ രാഷ്ട്രീയം നിറം കൊടുത്തുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഇടത്തോട്ടോ പിന്നെ ശ്രദ്ധ തിരിച്ചു വിട്ടത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മന്ത്രിയുടെ നേതൃത്വത്തിൽ സാധാരണ നഗരസഭ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആറ്റുകാല് ക്ഷേത്ര പരിസരത്ത് നിന്ന് VV രാജേഷിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം 2 ആരംഭിക്കുന്നുണ്ട്. സമാന്തരമായിട്ട് ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ഥലത്ത് ശുചീകരണം. കഴിഞ്ഞ വർഷമൊക്കെ ശുചീകരണത്തിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ. പുതിയ കാര്യമല്ലല്ലോ എനിക്ക്. പുതിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ തോന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കോർപ്പറേഷനോടൊപ്പമുള്ള ശുചീകരണം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ട്, ഇവിടെ മുൻ മേയറുണ്ട്, മുൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. നമുക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണല്ലോ. അത് കോർപ്പറേഷനൊരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കോർപ്പറേഷൻ നിർവഹിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നു. ഗവൺമെന്റ് പരിപൂർണമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുറ്റമറ്റതായി ഒരു പരാതിയുമില്ലാതെ ഈ നിമിഷം വരെ ഒരു പരാതിയില്ലാതെ തീർത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നഗരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അത് വന്ന് നോക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് സന്ദർശനമാണ്. തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ള നിലയിൽ മാത്രം എടുത്താൽ മതി. എന്തിനാ അതിൽ വേറെ നിങ്ങൾ പിന്നെ കാണേണ്ട കാര്യം എന്താ? രാഷ്ട്രീയമില്ല. അല്ല, ഇത് ആരും രാഷ്ട്രീയം ആക്കാൻ വേണ്ടി ശ്രമിക്കാതിരുന്നാൽ മതി. ഇടയ്ക്ക് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡിന്റെ പേരിലും കുടിവെള്ളത്തിന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും അതെല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഉത്സവത്തിൽ രാഷ്ട്രീയം നിറം കൊടുത്തുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഇടത്തോട്ടോ പിന്നെ ശ്രദ്ധ തിരിച്ചു വിട്ടത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾക്കറിയാം കാര്യം. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മേയറായിരുന്ന ശ്രീകുമാർ 5 വർഷക്കാലം, 5 ഒരു 3 വർഷക്കാലം ഈ കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ മേയറായിരുന്നപ്പോൾ 5 വർഷക്കാലം, ഈസ്റ്റ് മണ്ഡലം MLA ആയിരുന്നു ഇപ്പോൾ 5 വർഷക്കാലം, 10 വർഷക്കാലം നിയമമണ്ഡലത്തിൽ MLA ആയിരുന്നപ്പോൾ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി ഇന്നിപ്പോൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ആറ്റുകാൽ ക്ഷേത്ര ഉത്സവം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനിയോറിറ്റി ലിസ്റ്റിൽ ഞാനാണ് അടക്കുന്നത് 1ാമത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. കൃത്രിമ മഴ അടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ല, ഏത് മഴയായിരുന്നാലും, കൃത്രിമ മഴയാണോ സാധാരണ മഴയായിരുന്നാലും വൃത്തിയായോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ കല്ലുകളുടെ കാര്യത്തിലേക്ക് നേരത്തെ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. $9 ലക്ഷം മെട്രിക് ടൺ, അതിലധികമാണ് ബ്രഹ്മപുരത്ത് മാലിന്യത്തിൻ്റെ അളവ്.
അത് മുഴുവൻ നമുക്ക് നീക്കം ചെയ്യാനായി. ഇപ്പം ഇനി 3.5 ടൺ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞു. കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. RDFും നമുക്ക് എക്കാലത്തേക്കുള്ളൊരു മാർഗമല്ല. അപ്പോൾ വേസ്റ്റ് ടു എനർജി ദീർഘവീക്ഷണത്തോടു കൂടി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള കൺസൾട്ടന്റിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സർക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ മദ്യ ഉപഭോഗം കൂടേണ്ടതാണ്, വിൽപ്പനയും കൂടേണ്ടതാണ്. തിരിച്ചാണ് കണക്കുകൾ കാണിക്കുന്നത്. ഉപഭോഗം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്. ഞാൻ ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഞാനൊരു 50,000 കൊണ്ട് ജയിച്ചേ. പായം ഇതിലില്ലല്ലോ. പാർട്ടിക്കകത്തുള്ള സ്ഥാനത്തേ ഉള്ളൂ. ക്ഷയമുണ്ടോ ഇപ്പോൾ? അങ്ങനാണെങ്കിൽ 2 തവണ തുടർച്ചയായിട്ട് ജയിച്ച ഐസക്കറെ 3ാമത്തെ തവണ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചേക്കല പത്രത്തില് 3 തവണ MLA ആവുകയും 1 തവണ പാർലമെന്റിൽ 4 തവണ തുടർച്ചയായിട്ട് ജയിച്ച ആരിഫിനെ 5ാമത് മത്സരിപ്പിച്ചല്ലോ കഴിഞ്ഞാണ്. തോറ്റുപോയതിനെ കഴിഞ്ഞാണ്. അതെങ്ങനെയാ? അങ്ങനെ ആരില്ല. ജയിക്കുന്നവരെ മത്സരിക്കാവും. ജയിക്കുന്നവരെ നോക്കി മത്സരിപ്പിച്ച് ജയിക്കുന്ന MLA അസംബ്ലി പോയി ഈ പ്രസ്ഥാനത്തിനോട് രാജ്യം ശ്രദ്ധിക്കുന്ന പ്രസംഗം നടത്തണം, ഇടപെടൽ നടത്തണം. ഏത് സീറ്റ് നിന്നാണ് ഞാൻ ജയിക്കും. ഇവിടെ അല്ല മാത്രമല്ല, ഏത് സീറ്റ് നിന്നാലും ജയിക്കും. 9 സീറ്റിൽ 9 വന്നാലും ചെയ്യും. ഉറപ്പുള്ള കാര്യം. ജയിക്കാതിരിക്കേണ്ട കാര്യം ഏത് കൊച്ചു കുഞ്ഞിനെ തന്നെ അറിയാം. 70 വയസ്സ് കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിൽ നടത്താറുള്ളവരല്ല ഞങ്ങളാരും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്ഥിരകൾക്ക് ഓടുക. ആ രക്തഓട്ടം ഉള്ള കാലത്തോടെ രാഷ്ട്രീയം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമസ്കാരം. രാവിലത്തെ പത്രങ്ങളിൽ വന്ന ഒരു കാര്യത്തെക്കുറിച്ച്, PRDയുടെ പരസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വൈകുന്നേരം എന്തിനാണ് വന്നതെന്ന് ചില ആൾക്കാർ ചിന്തിച്ചേക്കാം. നമ്മുടെ സർഗാത്മക പരസ്യത്തിന്റെ ഇമ്പാക്ട്, അതിന്റെ അലയൊലി എവിടം വരെ എത്രത്തോളം പോയി എന്ന് അറിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി എന്ന് വിചാരിച്ചതുകൊണ്ടാണ് വൈകിയത്. ഗംഭീരമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ ഷാഫി പറമ്പിലുള്ളവർ വരെയുള്ളവർ ഇതിനെക്കുറിച്ച് അങ്ങ് പ്രതികരിച്ചു. ചിലരിന്ന് രാവിലെ വിളിച്ചിരുന്നു. 1ാം പേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളത് ശരിയാണ്. 10 വർഷം മുമ്പത്തെ കേരളത്തെക്കുറിച്ചുള്ളൊരു ഞെട്ടലാണ് അവരെ ഇന്നത്തെ പത്രം കണ്ടപ്പോൾ ഞെട്ടാൻ പ്രേരിപ്പിച്ചത്. അത് തന്നെയാണല്ലോ പരസ്യത്തിന്റെ ഒരു വിജയം എന്നുള്ളത്. യഥാർത്ഥത്തിൽ PRD VD സതീശനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും കടപ്പെട്ടിരിക്കുകയാണ്. ഈ പരസ്യത്തിന് വലിയൊരു പ്രചരണം നൽകാൻ അവർ മുന്നോട്ട് വന്നില്ലേ? അവർ ബ്രാൻഡ് അംബാസഡർമാരായില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുമെന്നും കൂടി ആലോചിക്കണം. സതീശന്റെ പ്രതികരണം ശ്രദ്ധിച്ചു. പരസ്യമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പരസ്യമാണ്, അതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അല്ല സതീശ, എല്ലാ പരസ്യങ്ങളും യഥാർത്ഥങ്ങളും വ്യാമോഹങ്ങളും ആയിരിക്കണം. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്? 10 വർഷം മുമ്പുള്ള കേരളത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തത് നല്ല കാര്യമാണെന്നല്ലേ സതീശൻ പറയേണ്ടത്. ഇനി വേണമൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വർഷം മുമ്പുള്ള സർക്കാർ എന്തായിരുന്നു അല്ലെങ്കിൽ കേരളം എന്തായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക. എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കാതിരിക്കുന്നത്? പ്രചരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് ജനങ്ങളുടെ പൈസയല്ലേ മുടക്കണത്, ഇത് ഖജനാവിൽ നിന്നല്ലേ. ശരിയാണ്, എന്നെ സംശയമൊന്നുമില്ല. PRDയുടെ പരസ്യത്തിന്റെ പൈസ സർക്കാർ കൊടുക്കണം. സർക്കാരിന്റെ പൈസ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണം. പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ വെറും വിവാദങ്ങളും തമ്മിത്തല്ലും മാത്രം നടത്തിയിരുന്ന 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ PRDയുടെ ബജറ്റ് എത്രയായിരുന്നു അറിയോ? അതായത് PRDയിലൂടെ ചെലവഴിച്ച പരസ്യത്തിന്റെ ബജറ്റ് അലോക്കേഷൻ എത്രയായിരുന്നു അറിയോ? 158 കോടി രൂപ 5 വർഷം 2011 മുതൽ 16 കാലഘട്ടത്തിൽ ചെലവഴിച്ചു. ഇനി കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന പന്താവിൽ ഒരുപാട് നാഴികക്കല്ലുകൾ കണ്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് പുതിയ മാധ്യമങ്ങൾ വന്നു, പല രൂപത്തിലും ഭാവത്തിലും ചാനലുകളുടെ വികാസം നമ്മൾ കണ്ടു. എന്നിട്ടും 8.25 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. ഒരു മെഡിക്കൽ കോളേജിലും ഇത്ര വലിയ പ്രൈവറ്റ് ബാങ്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത്രയും വലിയ സംവിധാനം കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലും
കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വേറൊരു മെഡിക്കൽ കോളേജിലും ഇത്രയും വലിയ സൗകര്യം ഉണ്ടാകില്ല എന്നാണ് അതിനർത്ഥം. പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് ഇപ്പൊ കുറച്ച് വിലയുണ്ട്, പഴയ ചാക്കിന് ഇതിനൊരു വിലയില്ല. കാരണം ഒന്നും ചെയ്യില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിലയുണ്ടാവുന്ന വിശ്വാസ്യതയില്ല. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. 2021 പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ ഞങ്ങൾ 2500 രൂപയാക്കി. ഇല്ലേ? കുറെ പാവങ്ങൾ വോട്ട് ചെയ്ത്, അത്രയും നല്ല പെൻഷനല്ലേ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുന്നു. മലയാളി എന്ത് ചെയ്ത് ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇടുക്കിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, 1 2 3 ഇന്നലെ എന്നെ ചീത്ത വിളിച്ചു. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞു. നല്ലതാന്ന് പറഞ്ഞില്ല, എന്റെ ഭാഗ്യം. അപ്പൊ അദ്ദേഹം തെറി വിളിച്ചു വോട്ടർമാരെ, കൊള്ളരുതാത്തവന്മാര്, ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആശാനെ, അവര് കൊള്ളരുതാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാന്ന് ഒരു പറ്റിച്ച് 2 മാസം പെൻഷൻ ഇലക്ഷൻ വന്നപ്പോ കൊടുത്തു. അവർക്കറിയാം നല്ല പെൻഷൻ അടുത്ത 5 കൊല്ലം കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ UDF. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അല്ലെ, ഒന്നാമത്തെ ആദ്യത്തെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയട്ടെ. എത്രാമത്തെ ഉദ്ഘാടനമാണ് നടത്തിയത്? ആദ്യം മുഖ്യമന്ത്രി പോയി സർവേ ഉദ്ഘാടനം, രണ്ടാമത് നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം, 3 പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. ഇനി എന്തൊക്കെയാണ് ഉദ്ഘാടനം നടത്താൻ പോണത്? തെരഞ്ഞെടുപ്പായിട്ട് വ്യാപകമായി പരസ്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന വെറുതെയുള്ള ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണല്ലോ നേരത്തെ. ഇപ്പം എന്തിനാ പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി പോണത്? അത് ആ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികൾ ചെയ്താൽ പോരെ, മുഖ്യമന്ത്രി അല്ലല്ലോ പാറ പൊട്ടിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിലൊരു വലിയ തമാശയാണ്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക സ്വാഭാവികമാണ്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം അത് ഗവൺമെൻറ്റിന് എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഇത് ചെയ്തത് പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച നാണമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ ഈ 3 ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട്? രാജൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ബസ് തരണം എന്ന് പറഞ്ഞു. ഞാനൊരു കത്തുന്ന് തരും എന്ന് പറഞ്ഞു. അപ്പൊ ബസ് തരണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു രാജ തരാം. ആണ് 2 കോടി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഈ സാധനത്തിന്. പ്രമോദന ഞാൻ പറഞ്ഞു, പ്രമോദേ ഒരു വണ്ടി. അപ്പൊ റിയാസും ചോദിക്കുന്നുണ്ട് ഒരു വണ്ടി കോഴിക്കോടേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് പ്രമോദ 2 വണ്ടി നാളെ തന്നെ ഓർഡർ ചെയ്തേക്കുന്നു. നമ്മളവിടെ എല്ലാം വാക്കാലാണ്. ഇമ്പിജി ബാബു സാറ് സിഗരറ്റുകൂടിൽ ഉത്തരവ് എഴുതും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പൊ വാക്കാൽ പറയുകയാണ്. പിറ്റേതിന്റെ പിറ്റേ ദിവസം ഒരു വണ്ടി ബുക്ക് ചെയ്തു, വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പൊ വണ്ടി വന്നു. തൃശ്ശൂരിന്റെ എല്ലാം മോഹിനിയാട്ടമുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യം, അതുപോലെ പുലികളിയുണ്ട്. പിന്നെ നമ്മുടെ മാനുണ്ട്. നമ്മുടെ ഈ ഒരു മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരു 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു മനോഹരമായ ഒരു ഇതാണ്. ഈ ഒരു ട്രിപ്പ് വളരെ നന്നായിരിക്കും, വളരെ വിജയം കൈവരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു അല്ലേ? രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 8:30 മണിക്ക്, അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അകത്തെല്ലാം കണ്ടതിന് ശേഷം ആ ട്രിപ്പ് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് വെയിലാകുന്നതിന് മുമ്പ് അങ്ങ് അവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട്
2 കോടി രൂപ കൊടുത്താണ് KSRTC ഇങ്ങനെ ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയത്. എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഇടയിലുള്ളത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ BJPയുടെ NDAയുടെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല ദിവസം, നല്ല തുടക്കം. അയ്യപ്പന്റെ ശിവന്റെയൊക്കെ ദിവസമാണ് ശനിയാഴ്ച. നല്ല കാലാവസ്ഥ. വട്ടിയൂർക്കാവിൽ മാത്രമല്ല BJPയുടെ താമര വിരിയുക. തിരുവനന്തപുരത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം അണിചേർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. വളരെ അഭിമാനകരമായിട്ടുള്ള ദിവസമാണ്, നിമിഷമാണ്. ഇവിടെ ഇപ്പോൾ ഒരു നല്ല തുടക്കം. ഇത് നല്ല ആർജവത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. അല്ല, ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ജയിച്ചത്. അല്ല, കഴിഞ്ഞ തവണ സുരേഷേട്ടൻ വന്നപ്പോഴാണ് അവർ തോറ്റത്. ഇത്തവണ സുരേഷേട്ടനോട് അവർ ജയിക്കുമോ? ഞാനും തോറ്റില്ലേ? അല്ല, അത് തോറ്റു. ഞാനും തോറ്റില്ലേ? അപ്പൊ അതിലൊന്നും കഴിഞ്ഞ തവണ, അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ, വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത് അത് തന്നെയാണ്. എനിക്ക് വില്ലൻ വേഷത്തിൽ അഭിനയിക്കാനാണ് നല്ലത്. കാരണം എന്താ പറയുക, ഒരു നാട് സിനിമയിൽ നായകൻ കഴിഞ്ഞാൽ ഏറ്റവും പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്ന വില്ലന് തന്നെയാണ്, നായികയ്ക്കല്ല. ഇപ്പം നമ്മൾ തുടരും എന്ന സിനിമ എടുക്കുക, അതിൽ മോഹൻലാൽ എന്ന മഹാനടനോടൊപ്പം നിൽക്കാൻ അതിലെ വില്ലന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജോർജ് സാറിനെ ആരും മറക്കത്തില്ല. അപ്പൊ വില്ലനാണ് അഭിനയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് നായകൻ കഴിഞ്ഞാൽ. കുറെ നടന്മാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഭഗത് ഫാസിലൊക്കെ തെലുങ്കിൽ പോയിട്ട് വില്ലനായിട്ടല്ലേ അഭിനയിച്ചു? ഭയങ്കര പെർഫോമൻസ് അല്ലേ? കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പം അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇവര് നേരത്തെ ഇല്ല, ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,2,700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും ഉണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ, കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പം അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇവർ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപയാക്കി കൊടുത്തവൻ പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് പറഞ്ഞു ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴും ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസം കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTC റീഇംബേഴ്സ്മെൻറ്റ് PRDയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ
കഴിഞ്ഞ 5 വർഷമായി രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന് 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അത് കൊടുക്കുന്നുണ്ടല്ലോ, കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇല്ല, അത് കിട്ടേണ്ട കാര്യമില്ല. കാരണം തന്നെ അത് നമ്മൾ കണക്കാക്കുന്നത് വെച്ചാൽ ഒരു ബസ്സിനകത്ത് 2-3 യാത്രക്കാർ കൂടുതൽ വരില്ല. പിന്നെ ഒരു 2-5-10 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് KSRTC തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ നൽകുന്ന വാഗ്ദാനം എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു റംദാൻ കാലത്ത് അസത്യമായതൊന്നും പറയാനുള്ളൊരു അസ്വസ്ഥതയായിരിക്കാം. പരിഭാഷയിൽ നല്ല ഭാഷാ പണ്ഡിതനായിട്ടും അതങ്ങനെ പറയാതെ പോയത്. കാരണം ഇത് കഴിഞ്ഞാലും ഇവിടെ പറയണം. അപ്പോൾ ഈ കാലം ഇത് ഒരു പരിശുദ്ധ മാസമൊക്കെ ആയിട്ട് കണക്കാക്കുന്ന ഒരാൾ അങ്ങനെ എങ്ങനെ പറയും എന്നൊരു ആശങ്ക അദ്ദേഹത്തെയും ബാധിച്ചിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് സെന്റർ ആധുനിക രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 14.64 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും DMO ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ ദന്തൽ ഏരിയ, ലാബ്, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഏരിയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ്. നമുക്ക് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജനറൽ ആശുപത്രി അതിമനോഹരമായി പുതിയ കെട്ടിടം കിഫ്ബിയിലൂടെ അനുവദിച്ച് 14.64 കോടി രൂപയ്ക്ക് അനുവദിച്ച് അത് പൂർത്തിയാക്കി. ഇനിയും ഒരു 13 കോടി രൂപ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. നമുക്കുള്ള പ്രശ്നം സ്ഥലത്തിന്റെ പരിമിതിയാണ്. അപ്പൊ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് വകുപ്പുകൾ തമ്മിൽ ധാരണയായി അത് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ബ്ലോക്കും കൂടി